ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്നലെ 24,781 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഒരു 81-82 പോയിന്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു 24,863 എന്ന ലെവലിൽ. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആകെ നൽകിയത് ഒരു 83 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ്. എന്നാൽ ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസുകൾ ഇതൊക്കെയായിരുന്നു. ഈ ലെവലിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി അപ്പോൾ തന്നെ ഒരു സെല്ലിംഗ് ആയിരുന്നു ആദ്യത്തെ ചെറിയ മിനിറ്റിൽ തന്നെ കിട്ടുക. അപ്പോൾ പുട്ട് ഓപ്ഷൻ വാങ്ങാൻ കഴിഞ്ഞിരുന്നവർക്ക് തൊട്ടടുത്ത സപ്പോർട്ടിലേക്ക് ഏതാണ്ട് 40-50 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ടാകാം. സെല്ലിംഗ് രണ്ടാമത്തെ ക്യാൻഡിലും ആദ്യത്തെ 5 മിനിറ്റ് പിന്നീട് ഉള്ള 5 മിനിറ്റ് ക്യാൻഡിലും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് തന്നത്. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും അപ്വേർഡ് വന്നെങ്കിൽ പോലും വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്തത് കൃത്യമായും ആ ലെവൽ വരെ ഒരു ഡയറക്ഷൻ ലഭിച്ചിരുന്നു. അതൊരു നല്ല ട്രേഡ് ആയിരുന്നു. ഈ ഓപ്പണിംഗ് സമയത്ത് ചിലപ്പോൾ നമ്മൾ സന്ദേഹിച്ച് നിന്നേക്കാം ഇതൊരു ട്രേഡ് എടുക്കാൻ കഴിയുമോ എന്ന്. എന്നാൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സ്കാൾപ്പിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മോസ്റ്റ്ലി ഇത്തരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോഴെല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുന്നതാണ്. അത് കൃത്യമായി വാച്ച് ചെയ്താൽ അത്ര ഫാസ്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന സ്കിൽഫുൾ ആയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണത്. അത്തരത്തിൽ ഒരു പ്രോഫിറ്റ് ലഭിക്കാം. എന്നാൽ ഈ ട്രേഡ് ആർക്കും തന്നെ സാധ്യമാകുന്ന ഒരു ട്രേഡ് ആയിരുന്നു. എന്നാൽ ഇന്നലത്തെ ഇന്നലത്തെ ക്ലോസിംഗ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത നിഫ്റ്റി അവിടെ നിന്നും ഒരു റിവേഴ്സലാണ് കാണിച്ചത്. ഈ ലെവൽ വരെ വീണ്ടും കയറി വന്നെങ്കിലും അവിടെ നിന്നും ഡൗൺ വന്ന് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകുമോ എന്ന ഒരു ധാരണ നൽകിയതിനു ശേഷം ഈ ലെവലിലോട്ട് വന്ന് ഈ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാമായിരുന്നു. ആദ്യത്തെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് എങ്കിൽ പോലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസിന് മുകളിലോട്ട് കിടക്കുകയോ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ വീണ്ടും ഇവിടെ സെല്ലിംഗ് പ്രഷർ കാണിച്ചു. അപ്പോൾ ഇത് വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു ഫർദർ അപ്പ് മൂവ്മെന്റ് തന്നെ ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയിൽ നിന്നെങ്കിൽ പോലും വീണ്ടും അതിനു മുമ്പ് തന്നെ എൻട്രിക്ക് താഴെയോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സാധ്യതയില്ല എന്നും എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തികൾക്ക് ഇത് കൃത്യമായും ഒരു കൺസോളിഡേഷന്റെ സിംറ്റം ആണെന്ന് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന പരിചയം, മാർക്കറ്റ് പരിചയം, ക്യാൻഡിലിന്റെ മൂവ്മെന്റുകളെ അത്ര കൃത്യമായി വായിച്ച് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഇന്ന് പൂർണ്ണമായും ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. എങ്കിലും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയപ്പോൾ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാം എന്ന് കരുതിയവർക്ക് നിങ്ങൾക്കറിയാം, ഇത് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. എന്നാൽ അതൊരു ബുദ്ധിപരമായ കളി കൂടിയാണ്. അത്തരത്തിൽ സ്റ്റോപ്പ് ലോസിനെ ബെറ്റ് വെക്കാൻ തയ്യാറാകുന്നവർക്ക് ഇതൊരു ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതും സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു മൂവ്മെന്റ് ആണ്. ചെറിയ പ്രീമിയം, ചെറിയ പൈസയുള്ള, ഇന്നത്തെ വീക്ക്ലി ക്ലോസിംഗ് ആയതുകൊണ്ട് പ്രീമിയം വളരെ വിലക്കുറവായിരുന്നിരിക്കും. ആ സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്കെല്ലാം ചെറിയ മൂവ്മെന്റിൽ പോലും നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്നും ഇതും എല്ലാം നല്ല ലാഭം കിട്ടിയ ട്രേഡുകളായിരുന്നു. പലരുടെയും P&L അയച്ചു തന്നിരുന്നു. എന്നാൽ ചിലർ രണ്ട് സൈഡിലോട്ടും ട്രേഡ് ചെയ്തേക്കാം ഇത്തരം വീക്ക്ലി ക്ലോസിംഗിന്റെ അന്ന്. അത് തീർത്തും മണ്ടത്തരമായ ഒരു പരിപാടിയാണ്. കാരണം ഒരു കൺസോൾട്ടേഷൻ പീരീഡ് ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഒരു റേഞ്ച് കിട്ടിയേക്കാമെങ്കിൽ പോലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ശേഷിക്കുന്ന സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് തീർച്ചയായും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പ്രീമിയം മെൽറ്റ് ചെയ്ത് ഈ വീക്ക്ലി ക്ലോസിംഗ് ഡേയിൽ പ്രീമിയം വളരെ വേഗം മെൽറ്റ് ആകും. ജസ്റ്റ് നിഫ്റ്റി ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷനിൽ ചെറിയ ഹൈക്ക് കാണിക്കും. എന്നാൽ നിഫ്റ്റി വീണ്ടും ജസ്റ്റ് പുറകോട്ട് വരുമ്പോൾ തന്നെ നിഫ്റ്റിയുടെ അതായത് കോൾ ഓപ്ഷന്റെ പ്രീമിയം വളരെ താഴോട്ട് തന്നെ പോകുന്നത് കാണാം. അത് പ്രീമിയം മെൽറ്റിങ്ങിന്റെ ഭാഗമാണ്. അത്തരത്തിൽ വരുമ്പോൾ പിന്നീട് നിഫ്റ്റിക്ക് ഒരു നല്ല മൂവ്മെന്റ് ഉണ്ടായാൽ പോലും ഒരു റേഞ്ച് വിട്ട് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോഫിറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ലെവൽ വിട്ട് പോരുമ്പോൾ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങി കൊടുക്കുകയോ പൊസിഷനിൽ നിന്ന് ഒഴിവാകുകയോ
ഇത്തരം സന്ദർഭങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായിരുന്നാലും ഇന്ന് നിഫ്റ്റി വളരെ ചെറിയ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. എങ്കിലും പോസിറ്റീവായി തന്നെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 83 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ചെറിയ മൂവ്മെന്റുകൾ നൽകിയപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,804 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 800, 806, 810 റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടായി നിന്നേക്കാം. എന്നാൽ ഞാൻ റെസിസ്റ്റൻസ് ആയി 24,961 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി തീർച്ചയായും പരിഗണിക്കും. അതിനുശേഷം ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു റേഞ്ച് ഇതാണ്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഏതാണ്ട് ഈ ലെവലിലായിരുന്നു. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ, അതായത് ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് വെച്ചാൽ ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ഡിപ്പ് ഓൺ ബൈ എന്ന സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 24,918, 961 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. 25,034 അതൊരു അല്പം സ്ട്രോങ് ആയ റൗണ്ട് ഫിഗർ ആണ്, ബിഗ് റൗണ്ട് ആണ്. അപ്പോൾ ആ ഏരിയ കടന്ന് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പുതിയ ഉയരങ്ങൾ തന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ, അങ്ങനെയാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 24,783 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയാൽ പോലും ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിൽ താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അല്പം കൂടി ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,783, 733, 696, 651, 597 എന്നിങ്ങനെയുള്ള ലെവലുകൾ. 597 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് താഴോട്ടുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകളെന്ന് പരിശോധിക്കാം. 50,932 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുകളിൽ മൈനർ റെസിസ്റ്റന്റുകൾ 51,080, 185, 308, 456 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 456 ആണ് ഞാൻ പ്രധാനമായി അടുത്ത റെസിസ്റ്റൻസ് ലെവലായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ക്ലോസ് ചെയ്ത് ആ ഏരിയയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ആയി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൊടുക്കും. ഇന്നത്തെ ഉയരത്തിന് മുകളിൽ കടന്ന് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലീൻ ആയി ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് സഞ്ചരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 51,185 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് ലെവലുകൾ രേഖപ്പെടുത്തുക.
എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി രേഖപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ഡൗൺവേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക ആണെങ്കിൽ, അതായത് ഈ ലെവലിന് താഴോട്ടൊക്കെ 793 എന്ന ലെവലിന് താഴെയൊക്കെ ഒരു പ്രൈസ് എത്തുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ലോ ആണിത്, അതിന് താഴോട്ടൊക്കെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൈസ് അല്പം കൂടി കറക്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,690, 608, 503, 383, 281 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിൽ 50,503 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 81,010 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 81,429 പ്രധാന റെസിസ്റ്റന്റ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ മൈൽഡ് റെസിസ്റ്റൻസ് ആയി, മൈനർ റെസിസ്റ്റൻസുകളായി ഞാൻ 81,136, 236, 350, 429 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ് ആദ്യത്തെ ടൈമിൽ. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഉയരമായ 81,236 എന്ന ലെവലിന് മുകളിൽ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക ആണ് എങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിപ്പുകളിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 81,350, 429 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾ കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നമുക്ക് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാനമായും ഈ ലെവലിന് താഴെ, ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയാൽ പോലും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ, അപ്പോഴ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 80,801, 80,622, 80,463 എന്നിങ്ങനെയുള്ള ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് ലെവലുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമായി തോന്നുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും തന്നെയാണ് നമ്മളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക്, കമൻറ്റ് എന്നിവ രേഖപ്പെടുത്തുന്നതിൽ വിമുഖത കാണിക്കില്ല എന്ന് കരുതുന്നു. അപ്പോൾ നാളെയും എല്ലാ ഇൻഡെക്സുകളിലും നല്ല മൂവിങ്ങുകൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.